ചെന്നോക്കട്ടെ എവിടെ ചെന്നോക്കട്ടെ എവിടെ വാ 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 എനിക്കൊന്ന് കൺഫ്യൂസ് ആയല്ലോ. ഈ ലാസ്റ്റ് തന്നെ ആയിക്കോട്ടെ നോക്കട്ടെ. ഓ നല്ല സൈസ് ഉണ്ട്, കാണാൻ ഭംഗിയുണ്ട്. നോക്കൂ ഭംഗി നോക്കി. ഇതാണ് നമ്മുടെ ഷബാനാസ് കിച്ചൻ്റെ സ്പെഷ്യൽ ലഡു. സ്പെഷ്യൽ ലഡു ഗീ. ഇന്നത്തെ റെസിപ്പി ഷബാനാസ് കിച്ചൻ്റെ സ്പെഷ്യൽ ലഡു ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 കപ്പ് ഞാൻ കടലമാവ് എടുക്കുന്നുണ്ട്. 250 ml എന്ന അളവിലാണ് ഞാൻ 2 കപ്പ് കടലമാവ് എടുക്കുന്നത്. ഇങ്ങനെ ചലിച്ചെടുക്കുമ്പോഴേ കടലമാവ് നമുക്ക് കട്ടകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. പിന്നെ 1 കപ്പും കൂടി ഞാൻ അതേപോലെ ചലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെത്ര 2.25 കപ്പ് അളവിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ എത്ര ലഡ്ഡു കിട്ടുന്നുള്ളത് നമുക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഞാൻ അതരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. പിന്നെ സോഡാപ്പൊടിയൊക്കെ ഇടും. നമുക്ക് സോഡാപ്പൊടി ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാക്കണം, വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതാണല്ലോ ഹോം മെയ്ഡിൻ്റെ പ്രത്യേകത. സോഡാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. കാരണം ഇത് നമുക്ക് ഒഴിച്ചിട്ട് നന്നായി കലക്കി ഇങ്ങനെ എടുത്തിട്ട് ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ വീണ പരുവത്തിൽ, നൂൽ പരുവത്തിൽ ഉള്ള രീതിയിൽ നമുക്ക് കലക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിന് അളവൊന്നുമില്ല. നല്ല കട്ടകൾ ഉടച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നല്ലപോലെ ഉടച്ചെടുക്കുക കേട്ടോ. ഇത് ഈ ഒരു പാകമാണ്. ഇങ്ങനെ ഡ്രോപ്സായി വീണണ്ട, ഇതേ അളവായിരിക്കണം കേട്ടോ. കണ്ട, നമ്മൾ ചലിച്ചിട്ട് ഇളക്കി കൊടുത്താലും വേഗം കട്ടകളൊന്നും ഇല്ല കേട്ടോ. വേഗം നമുക്ക് ഡ്രോപ്സ് രൂപത്തിൽ വീണൊരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുന്ന എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ ബൂന്തി നമുക്ക് ഉണ്ടാക്കി വരുന്ന മുമ്പ് നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. പഞ്ചസാരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിനല്ലേ ഒരു 2 കപ്പ് എടുത്തത്. അപ്പോൾ 2.5 കപ്പ് കേട്ടോ. 2.5 കപ്പ് കടലമാവുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 1.5 കപ്പ് പഞ്ചസാര എടുക്കാം. നമുക്ക് ഏതൊരു സാധനം മധുരത്തോടെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ 3/4 ഗ്ലാസ്, അങ്ങനെ ഒരു അളവാണ്, 3/4 എന്ന അളവിൽ. അപ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര. അപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ടുണ്ടല്ലോ. 2 കപ്പ് കടലമാവിന് 1.5 കപ്പ് എന്ന അളവിൽ 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല അടുപ്പിൽ, കാരണം നമ്മുടെ പഞ്ചസാര പുകയും. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ടു, ഇനി വെള്ളം ഒഴിക്കുക കേട്ടോ. 1.5 കപ്പിന് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിക്കായിട്ടുള്ളൊരു ഇത് വേണമല്ലോ, ലൂസാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ പോവുകയാണ്. ഈ പാനി ഇവിടെ റെഡി ആവട്ടെ കേട്ടോ. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. പഞ്ചസാരപ്പാനി റെഡി ആവട്ടെ, മെല്ലെ ഇരുന്ന് കുറുകി സെറ്റായിട്ട് കുറുകല്ല കേട്ടോ. നമ്മളൊരു ഡ്രൈ ആയി എടുക്കണം, ആ രീതി കാണിച്ചു തരാം. നമുക്ക് ഒട്ടണ പരുവമല്ല, കുറച്ച് ലൂസാവാനും പാടില്ല. ആ രീതിയിൽ നമുക്ക് പഞ്ചസാരപ്പാനി തയ്യാറാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇതിലൊരു കുറച്ച് ഫുഡ് കളർ ചേർത്തണം. അപ്പോൾ നമ്മുടെ ലഡ്ഡു കുഞ്ഞ തരികളുള്ള ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നത്, വലിയ തരികളല്ല. ആ നാടൻ ലഡ്ഡു എന്ന് പറയും. ഇത് ഗീയിലാണ് ചെയ്യുന്നത്, സോഫ്റ്റായിട്ട് ലഡ്ഡു. 2 ലഡ്ഡുവിന് 2 ടേസ്റ്റാണ്. ചിലവർക്ക് ഇഷ്ടം ഈ ലഡ്ഡുവാണ്, സോഫ്റ്റായിട്ട് കുഞ്ഞു തരികളുള്ളത്. മറ്റേത് വലിയ ലഡ്ഡു, നാടൻ ലഡ്ഡു നമുക്ക് ഉണ്ടാക്കുന്നത് ചിലർക്ക് ആ രീതിയിലുള്ള ടേസ്റ്റാണ് ഇഷ്ടപ്പെടുക. ഇത് ഗീ ചേർത്തിട്ടൊക്കെ ക്വാളിറ്റിയിൽ നല്ല ഇതിൽ ചെയ്യണമല്ലോ. മക്കൾ പറഞ്ഞല്ലോ. നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 ലിറ്റർ എന്ന് പറയാൻ പറ്റില്ല, അത്ര ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടി പിടിക്കാത്ത രീതിയിൽ നമുക്ക് വറുത്ത് കോരി എടുക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ ആളിച്ച് കത്തിക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ കത്തിക്കാൻ പാടില്ല. ഒരു 70% 70%
കത്താൻ പാടുള്ളൂ. കാരണം നല്ല കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയാനൊക്കെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ തീ കത്തിക്കാൻ പറയണത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു ഓട്ടപ്പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രം എടുക്കുക, പക്ഷെ ഇങ്ങനെ ഗ്യാപ്പുകൾ വേണം. ഓട്ടകൾ നമുക്ക് അടുപ്പിച്ചുള്ള പറ്റില്ല. ഇതേപോലെ ഇങ്ങനെ ഓട്ടയിൽ ചില കയ്യിലുകളുണ്ടാവും. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ എണ്ണ കോരി എടുക്കണ കയ്യിലുകളുണ്ടാവുമല്ലോ, മീൻ വറുത്തിട്ടൊക്കെ ചിക്കനൊക്കെ കോരി എടുക്കണ കയ്യിൽ, അങ്ങനെയായാലും മതി. പക്ഷെ ഇങ്ങനെ ഗ്യാപ്പുകൾ വേണം കേട്ടോ. ഓരോ ഓട്ടയ്ക്കും കണ്ട ഈ ഓരോ ഗ്യാപ്പുകൾ കണ്ട. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇതിലൊഴിച്ചിട്ട് ബൂന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കണ്ട ഡ്രോപ്സ് ആയിട്ട് വീണുണ്ടോ, ചെറിയ രീതിയിൽ. ഇതേപോലെ നമുക്ക് ഡ്രോപ്സ് ഒന്ന് ഇളക്കി കൊടുക്കൊന്നും വേണ്ട, തനിയെ വീഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഹോളുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ. കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചും കൂടി മാവിന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വീഴും. ഇതേപോലെ ഡ്രോപ്സ് ആയിട്ട് വീഴും കേട്ടോ. അപ്പോൾ നമുക്കൊരു കയ്യിലുകൊണ്ട് ഇങ്ങനെ ബൂന്തിനെ ഇളക്കി കൊടുക്കാം. കുറച്ച് ചെറുതായൊരു മൊരിയണം. അപ്പോൾ ഈ എണ്ണ അധികം ഓയിലേ കുടിക്കാതിരിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ഇതാവണ പോലെ രീതിയായി ഓയിൽ കുടിച്ച പോലെയോ കുറച്ചൊന്ന് മൊരിയല്ല കേട്ടോ. ഒരു നമ്മളെന്താ പറയുക, ഈ ഓയിൽ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനീർ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. കണ്ട നമ്മളിങ്ങനെ ഒട്ടണമെന്നില്ല, ഒരു കൊഴുത്ത ടെക്സ്ചറിങ്ങിലായിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ മതി. അപ്പോൾ നമ്മുടെ ബൂന്തി ഒരു ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നല്ല പോലെ കുഴഞ്ഞ രൂപത്തിലാവാൻ പാടില്ല, നല്ല മൊരിഞ്ഞ രൂപത്തിലാവാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ എളുപ്പത്തിൽ നമ്മളെന്തിനാവുക ഇങ്ങനെ കോരിയെടുക്കണം. നമുക്ക് മറ്റേത് ഇപ്പോൾ ഇതെങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരിയിടുന്നുണ്ട് കേട്ടോ എളുപ്പത്തിന്. നമുക്ക് ഓർഡറൊക്കെ വരുമ്പോൾ എളുപ്പപ്പണിക്ക് അങ്ങനെ ചെയ്ത് ശീലമായി. അപ്പം അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഓട്ടരിപ്പിലൊക്കെ എടുത്തു വരുന്ന സമയം വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ കോരിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ബൂന്തിക്കുള്ളത് നമ്മൾ ഒഴിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ ഡ്രോപ്സായി വീഴുന്നുണ്ടോ, കറക്റ്റ് ഡ്രോപ്സായിട്ട് വീഴുന്നുണ്ട്. നമുക്കിങ്ങനെ വെറുതെ ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ ഒരു സംഭവ വികാസം നീ പറഞ്ഞ ആവർത്തിക്കാൻ ഇന്നലെ ഞാൻ ഇന്നൊരു കൊല ചെയ്തു. അത് എന്തിനും മുന്നോടിയെന്ന് അറിയോ? ഇന്നലെ ഒരു 5:30 പുലർച്ചെ 5:30 മണി സമയം ഉണ്ടാവും. അത് ഞാൻ പറയാം. ഇന്നലെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തേനീച്ച ഒന്നിങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. ഭൂമിയുടെ അവകാശികളല്ലേ, അവർ പറക്കട്ടെ, നശിപ്പിക്കണ്ടല്ലോ ജീവജാലങ്ങളിലായിട്ട് ഇരുന്നു. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ എന്തുകൊണ്ട് തേനീച്ച വരുന്നത് നമ്മുടെ വീട്ടിൽ? തേനീച്ച വരുന്നത് കാരണം ഉണ്ണിയപ്പം മധുരത്തിൻ്റെ ഇതൊക്കെ ഇതാകുമ്പോൾ അങ്ങനെ വരികയാണ്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്തുണ്ട് ഞാനെല്ലാം ഉണ്ണിയപ്പൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചാരി നിന്നതാണ്. നല്ലൊരു കുത്ത് കിട്ടി. ചാരി അങ്ങനെ പുറത്തൊരു കുത്ത് കിട്ടി. ഞാൻ അയ്യോട്ട് വച്ചിട്ട് നോക്കിയപ്പോൾ തേനീച്ച കുത്തിയതല്ലാട്ട് ഇരുന്നു. നോക്കിയപ്പോഴുണ്ട് അതിൻ്റെ ഒരു കൊമ്പ് എടുക്കണം അത്ര. പിന്നീടാണ് നമുക്കറിയണത് അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ വന്ന് നിൽക്കും. ആ കൊമ്പിനെടുത്ത് കളയുന്നു. പക്ഷെ ഞാൻ കുത്തിയപ്പോൾ എന്തൊരു സാധനം, നമുക്ക് പാമ്പ് കടിച്ചാലും എന്തായാലും നമുക്ക് ഒരു ബ്ലഡിനെ അങ്ങനെ നെക്കണം എന്നുള്ളൊരു എന്താ പറയുക, പ്രസ് ചെയ്ത് കളയണം എന്നുള്ളൊരു ഇതറിയാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് പ്രസ് ചെയ്ത് കളഞ്ഞു. പിന്നെ അങ്ങോട്ട് വീർക്കാൻ തുടങ്ങി, ശരീരം മുഴുവൻ വീർക്കാൻ തുടങ്ങി ആ ഭാഗത്ത്. പിന്നെ കടച്ചിലായി, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാത്രി മുഴുവൻ നമ്മൾ രാത്രി അപ്പോൾ രാത്രി എന്താ സംഭവം അറിയോ,
രാത്രിയിൽ നമുക്ക് പനിക്കണ പോലെ എന്നാൽ പനിയല്ല, നല്ല ചൂട് അനുഭവപ്പെടും. നമ്മുടെ ശരീരം മുഴുവൻ ചൂട് അനുഭവപ്പെട്ടിട്ട് ഉറങ്ങാൻ പറ്റുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും യൂട്യൂബിലാണല്ലോ എല്ലാം സെർച്ച് ചെയ്യേണ്ടത് കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ വിനെഗർ തേക്കുക, ചെറിയുള്ളി തേക്കുക, പിന്നെ ചെറുനാരങ്ങ തേച്ച് കൊടുക്കുക. ചുണ്ണാമ്പാണ് അത്ര ഫസ്റ്റ് വേണ്ടത്. പിന്നെ ഇതൊക്കെ പിന്നെ വിനെഗർ, ചെറുനാരങ്ങ, ചെറിയുള്ളി, സോഡാപ്പൊടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ എല്ലാ ഒരുവിധ ഏകദേശം ഏതിലെങ്കിലും ഗുണം കാണട്ടെ. ഡോക്ടറെ അടുത്തേക്കൊന്നും പോകുന്നില്ല. എൻ്റെ കൂട്ടുകാർ അന്നും പോകണ്ടടി, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തേച്ചൊക്കെ ഇതായി. പിന്നെ നോക്കുമ്പോൾ ഞാനിങ്ങനെ രാത്രി പിന്നെ നേരം വെളുത്തവണ്ണ എൻ്റെ കണ്ണിലൊക്കെ വെള്ളം കെട്ടിയ പോലെ ആയിട്ട്, കണ്ണൊക്കെ ഒരു ഇതുപോലെ ആയിട്ട്, ശരീരമൊക്കെ നമുക്ക് തളർന്ന പോലെ ക്ഷീണമൊക്കെ ആയിരുന്നു. അങ്ങനെ മച്ചാനാണ് കാലത്തെണിച്ച് ആട്ടലും പിടിക്കലും ഇവിടെ സെറ്റാക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോണ്ട് മച്ചാൻ വന്നിട്ട് ഞാൻ കൊന്നു ഒരു കൊലപാതകയായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി, ഗ്രില്ലിൻ്റെ അവിടെ തൂക്കിയിട്ടു കേട്ടാ. കൊല തൂക്കിയിട്ട് എൻ്റെ ഭാര്യനെ തൊട്ട് കളിച്ച് നിനക്കൊല്ലന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനത് വീണ്ടും ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ട് ഇതിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ട് അത് കുത്തണ് നോക്കിയപ്പോൾ ചത്ത് 3 കഷ്ണമായി കിടക്കണതാണ്. അതിൻ്റെ ബാക്കൊണ്ട് വീണ്ടും ഒരു കുത്തൽ. എന്താ അതിൻ്റെ പ്രോസസ്സിങ് എന്ന് മനസ്സിലാവണം. അറിവുള്ളവരാണ് ഈ പറഞ്ഞത്. അങ്ങനെ വീണ്ടും വിരലിൻ്റെ അവിടെ ചെറിയ കുത്തലോ. പിന്നെ ഇന്നലത്തെ അനുഭവം കൊണ്ട് പേടിച്ച് വേഗം അതേപോലെ വേഗം ചെറിയുള്ളിയൊക്കെ തേച്ച് ചത്താകാനെന്ന് പറഞ്ഞാൽ അത്ര എഫക്റ്റ് ആയില്ല കേട്ടാ. ബൂന്തി കടലമാവല്ല, ബൂന്തി എന്തായി, ബൂന്തി ഒരു വിധം റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്ക് തേനീച്ച കുത്തി കടന്നൽ കുത്തിയവർക്കൊക്കെ അനുഭവമുള്ളവർ പറഞ്ഞുതരാം കേട്ടാ. നിൽക്ക്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വാരി കോരി ടിഷ്യൂ വെച്ചിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് പോട്ടെ കേട്ടാ. ഇത്രയും ഓയിലൊന്നല്ല പോട്ടെ. അടുത്ത് നമുക്ക് കോരിയെടുക്കുമ്പോൾ അതേപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പാത്രത്തിലേക്ക് വെച്ച് ഇങ്ങനെ കോരാം. നമ്മൾ മറ്റേത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് എളുപ്പപ്പണിയല്ല. അപ്പോൾ നമ്മൾ 50 ലഡിൻ്റെ ഓർഡർ വന്നപ്പോൾ 50 ലഡ് നമ്മൾ കൊടുത്തു അല്ലേ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നോക്കുമ്പോൾ ചെയ്തു വന്നപ്പോൾ ഒരു 52 ലഡ് കിട്ടിയുള്ളൂ ഒരളവിൽ അങ്ങോട്ട് ചെയ്തപ്പോൾ. പിന്നെ നോക്കുമ്പോൾ മക്കൾ അമ്മ ഉണ്ടാക്കിത്താ മക്കളൊരാഗ്രഹം പറഞ്ഞാൽ ചെയ്തു കൊടുക്കണ്ടേ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിരുന്ന് പോണ്, പെട്ടെന്ന് കുറച്ച് കടലമാവ് വാങ്ങുക, അതൊക്കെ എളുപ്പപ്പണിയാണ്. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു രുചിയും, ഒരു ഗസ്റ്റ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുണ്ട് തോന്നുന്നു കേട്ടോ. അതും കൂടി ഒന്ന് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അതെ ലാസ്റ്റത്തെ കേട്ടോ. പാനി നമുക്ക് ഇളം ചൂടുണ്ട് കേട്ടോ. ഇളം ചൂടോടെ നമ്മളിതിലേക്ക് പൊടിച്ചിടണം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ഇത് കണ്ട മഞ്ഞ കളറാണല്ലോ. അപ്പോൾ അധികം നമുക്ക് കളർ വേണ്ട. ഒരു എന്താ പറയാ, ഒരു നുള്ളൊക്കെ മതി. അധികം കളറൊക്കെ നമുക്ക് ഡേഞ്ചർ ആണല്ലോ, മക്കൾക്ക് ഉണ്ടാക്കണം, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ട. പക്ഷെ കളർഫുള്ള് വേണം നമുക്ക്. എൻ്റെ വീഡിയോ ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കളർ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ചെടുത്ത ബൂന്തി ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ കൊടുത്ത് കുതിർത്തി വെക്കണം. അപ്പോൾ നമുക്ക് പൊടിക്കാൻ തുടങ്ങാം കേട്ടോ. പൊടിക്കാൻ തുടങ്ങാം. ഇതാണ് മിക്സി ജാറായിട്ടുണ്ട്. അതിന്റെ ജാറും തയ്യാറായിട്ടുണ്ട്. ഇനി അടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അടിക്കാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞ ചെറുതായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മൾ നല്ല ബൂന്തി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും നാടൻ ലഡിന് ഈ ബൂന്തി പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഉള്ളൊരു ബൂന്തി ഇഷ്ടം. ബൂന്തി ചെറിയ തരികളായിട്ട് നമ്മൾ ഒന്ന് ഒരൊറ്റ കറക്കം. അപ്പോൾ ഒറ്റ കറക്കത്തിലായിട്ടില്ല, ഒരു കറക്കം കൂടിയാവും. രണ്ടാമത്തെ കറക്കം കറക്റ്റായി. കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ചെറിയ തരികളായിട്ട് കേട്ടാ. ഞാൻ ടീസ്പൂൺ എടുക്കട്ടെ. കണ്ട കുഞ്ഞു തരികളായിട്ട് ഇത് ഉരുട്ടാൻ സൗകര്യം. അപ്പൊ നമുക്ക് നെയ്യിലാണെങ്കിൽ നെയ്യിലിട്ടിട്ട് പറയുമ്പോൾ നമ്മൾ പറയണല്ലോ. ഇതിലേക്കിട്ടു, പാനിയിലേക്ക് ഇട്ടു. ഇനി അടുത്ത് നമ്മൾ പൊടിച്ചെടുക്കുന്നു. 2 അടി അടിക്കുന്നു. ആദ്യത്തെ ഒരു അടിയിൽ നമ്മൾ പറഞ്ഞെങ്കിലും ശരിയായില്ല, ചീറ്റിപ്പോയി. അത് ഏതൊരു മനുഷ്യന് പറ്റാത്ത ചെയ്യണതാണ്. പക്ഷെ നിനക്ക് പറഞ്ഞാലും തപ്പത്തിപ്പുണ്ടാവണില്ല. അതങ്ങനെയാണല്ലോ. ഒരു കാര്യം
സ്വന്തത്താൻ ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡായി ചെയ്യല്ലോ ഓരോ കാര്യങ്ങൾ. ഇതിപ്പോ പറയുമ്പോ നിങ്ങൾക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കണ്ടല്ലോ. ഉണ്ണിയപ്പം ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, ചോറ് വെണ്ടക്കറി വെച്ചു, നന്നിമാക്ക് നങ്ക് മീൻ വറുത്തത് ഉണ്ടാക്കി. പാലക്കാട്ടുകാരെ പോലെ അപ്പൊ മാന്തള്, പാലക്കാടൻ ഭാഷ നങ്കി മീൻ പറയും, ഞങ്ങളുടെ നാട്ടില് മാന്തള് പറയും. മാന്തളും അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞെന്താ ഒറ്റടി പോരാ, രണ്ടടി. ഓക്കെ, അപ്പൊ കറക്റ്റ് കേട്ടാ. കൊട്ടി പിന്നെയും വെച്ചു. 3 പ്രാവശ്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എത്ര അല്ല 3 പ്രാവശ്യം ഉണ്ടായില്ല. ഇത്രയും നമ്മള് ശരിക്കും പറയണെങ്കിൽ നമ്മള് ഇത്രയും ഇത് ചെയ്യുമ്പോ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും. അല്ല അങ്ങനെ അതെ, നമ്മൾ എത്ര ഇട്ട് നമ്മൾ നോക്കിയിട്ടില്ല. ഇതിൽ നോക്കുമ്പോ പറയാം 2.5 കപ്പിലിട്ടാ 2.5 കപ്പ് അളവിൽ. നമ്മൾ ഇങ്ങനെ ഒരളവ് നോക്കാതൊക്കെ അല്ലേ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോ. ഫിനിഷിങ് കൂടിയിട്ടാ. അപ്പൊ നമ്മൾ അതിലേക്ക് ഇട്ടുട്ടാ. അപ്പൊ ഇതിങ്ങനെ ഇട്ട് നമ്മൾ നല്ലപോലെ പാനിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ ഇരുന്ന് കണ്ട പാനി കണ്ട ലൂസൊന്നും അല്ലാതെ കറക്റ്റാണ്. ഇതിലേക്ക് പിടിക്കണ രീതിയിലുള്ള ഇതാണ് കേട്ടോ. മെയിൻ കഥാപാത്രം ഒരു 50 ഗ്രാം എന്ന അളവിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ 2 ടീസ്പൂൺ നെയ്യിലുണ്ടാക്കിയ ലഡു എന്ന് പറഞ്ഞിട്ട് നെയ്യിടാതെ സബ്ജക്റ്റ് മറന്നുപോയി. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്ക് നല്ല മുന്തിരി ഇട്ട് കൊടുക്കാം. അതേപോലെ മുന്തിരിയൊക്കെ എക്സ്ട്രാ ഇട്ടുണ്ട്. അപ്പൊ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് വേണം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കൂട്ട് നെയ്യൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം എടുക്കുക കേട്ടോ. അരമണിക്കൂറൊന്നുമില്ല, 1 മണിക്കൂർ നല്ല ചൂടാറിയതിന് ശേഷം എടുക്കുക. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. നല്ല സിറപ്പൊക്കെ അതിൽ നന്നായി പിടിക്കും. നന്നായി തിക്കായി തന്നെ കിട്ടിയിരിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്യാം. പിന്നെ ലൂസാവാൻ ചാൻസ് ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ചെയ്ത് വരുമ്പോൾ ട്രൈ ചെയ്ത് വരുമ്പോൾ ശരിയാവും. അപ്പോൾ പറയാണ് അങ്ങനെ വന്നാൽ പേടിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇങ്ങനെ ഉണ്ട് കേട്ടോ. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ്. കാരണം നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ പൊടിച്ച് വെക്കണമെന്ന് ഞാൻ കുറച്ച് എടുത്തതാണ്. അപ്പോൾ 1 ടീസ്പൂൺ എന്നളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ ഏലക്കയുടെ ഒരു അളവ് പറഞ്ഞാൽ ഒരു 10 ഏലക്ക കേട്ടോ. 10 ഏലക്കയാണ് നമ്മൾ ഇട്ട് കൊടുക്കണത്. ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഒരു എത്ര ലഡ്ഡു കിട്ടും നോക്കാം. അപ്പോൾ അതിനനുസരിച്ച്. അപ്പോൾ ഇനി നന്നായി നമുക്ക് കുഴയ്ക്കണം. നമുക്ക് നന്നായി കുഴച്ച് ഈ ഏലക്കൊക്കെ എല്ലാവിടെയും എത്തണ പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്ക എല്ലാവിടെയും ആയിട്ടുണ്ട്, പൊടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് നമുക്ക് ഓരോ ഇങ്ങനെ ബോളാക്കി എടുക്കണമല്ലോ, പ്രോസസ്സിങ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഒരളവ് എടുത്തു, ഇങ്ങനെ ഉരുട്ടി എടുത്തു. എടുക്കുമ്പോൾ നമുക്ക് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു നട്ട്സ് വെച്ച് കൊടുത്തു. വേണമെങ്കിൽ ഗ്രേപ്പ് നമ്മൾ നിറയെ ഇട്ട് കൊടുത്താലുണ്ട്. അപ്പോൾ നട്ട്സ് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഓരോ ബോളും ഇങ്ങനെ ആയിട്ട് ഉരുട്ടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ ലൂസ് പോലെ തോന്നും. പക്ഷെ നമ്മൾ ഒരു ദിവസം കഴിയുമ്പോഴാണ് കുറച്ച് ടൈറ്റായിട്ടിരിക്കുക. ഒന്നും കൂടി ഡ്രൈ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ലഡുവിൻ്റെ ടേസ്റ്റ് കൂടുതലും. ടൈറ്റായിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ടൈറ്റായി കിട്ടും കേട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമ്മൾ ഷബാനാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇനി ഫുള്ളായി കഴിച്ചോട്ടെ കേട്ടോ. ഇത് നമ്മുടെ പാലക്കാട് മേക്കിംഗ് ചെയ്യുന്ന ഗോൾഡ് വിൻ കടലമാവാണ് കേട്ടോ. നല്ല കടലമാവാണ്. യൂസ്ഫുൾ. പലഹാരം ഉണ്ടാക്കുന്നവരും ഹോട്ടലുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ. ഗോൾഡ് വിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല കടലമാവ് നോക്കിയെടുക്കുക കേട്ടോ.